ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാ. ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാ. സദാനന്ദന്റെ മകൾ നിത്യ. എനിക്കെതിരെ സാക്ഷി പറയാൻ നീ കോടതിയിൽ വന്നു അല്ലേ? എത്ര വർഷം എന്നെ ശിക്ഷിച്ചാലും ഞാൻ പുറത്തിറങ്ങി വന്ന നിന്നെ ഞാൻ കൊല്ലും. ഞാനും അതാടാ കാത്തിരിക്കുന്നെ. ഈ ശിക്ഷ കഴിഞ്ഞ് നീ ഒന്ന് പുറത്തിറങ്ങി. എന്തിനാ ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ നിനക്ക്? എന്റെ അച്ഛനെ കൊന്നതിന് പകരം ചോദിക്കാനാ. കൊന്നത് നീയാണെന്ന് തിരിച്ചറിയാൻ ഞാനൊരല്പം താമസിച്ചു പോയി. അല്ലെങ്കിൽ എന്റെ മുന്നിൽ നീ വേഷം കെട്ടി നടന്നിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ആയുധം എടുത്ത് നിന്റെ കഴുത്തിൽ ഞാൻ തുളച്ചു കയറ്റിയേനെ. എന്റെ ശ്വാസമായിരുന്നടാ എന്റെ അച്ഛൻ. മനുഷ്യൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കി കളഞ്ഞില്ലേ നീ? സദാനന്ദന്റെ മോള് നിന്നെ വെറുതെ വിടുന്നാടാ കരുതിയിരിക്കുന്നെ. കോടതി മുറിയിൽ പലതും പറഞ്ഞിട്ടും എന്റെ അച്ഛനെ കൊന്നത് നീയാണെന്ന് ഞാൻ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയൂ? കണക്ക് എനിക്ക് മാത്രം തീർക്കാനുള്ളതാ. ഇനി നീ ലോകത്തിന്റെ കോണിൽ എവിടെ പോയി ഒളിച്ചാലും എന്റെ പ്രതികാരം ഞാൻ ചെയ്തിരിക്കും. എന്താടാ നീ വീണ്ടും ഭ്രാന്തനാവാൻ പോവാ? നീ എന്നെ പേടിപ്പിക്കാൻ പോവാണോ? അതൊക്കെ കണ്ട് വരണ്ടിരുന്ന ഒരു നിത്യയുണ്ട്. അവള് ചത്തുപോയി. ഇനി നീ എന്റെ മുന്നിൽ വന്ന് എന്ത് വേഷം കെട്ടിയാലും അതൊക്കെ എനിക്ക് നിസ്സാരാടാ. കേട്ടല്ലോ? ജീവ, നിത്യ ഉറക്കെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം എന്നൊരു ശക്തിയുണ്ട്. ആ ദൈവം നിനക്ക് കരുതി വച്ചിരിക്കുന്ന ശിക്ഷ അതിക്രൂരമായിരിക്കും. നിത്യയുടെ അച്ഛൻ ശ്വാസത്തിന് വേണ്ടി പിടഞ്ഞതുപോലെ ഒരിക്കൽ നിനക്കും അതേ അനുഭവം ഉണ്ടാവും. അന്ന് നീ ചെയ്ത തെറ്റുകളുടെ ആഴം നീ തിരിച്ചറിഞ്ഞു. ചെയ്ത് കൂട്ടിയതിന്റെ ശിക്ഷ ഒന്നിച്ചനുഭവിക്കാതെ നീ ലോകത്തുനിന്ന് പോകില്ല. മതി മതി, വാ നടക്ക് പോവാം. നിക്ക്. ഇത്രയും നാള്
മറ്റുള്ളവരുടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നത് നീയാ. ഇനി നിന്റെ ദിവസങ്ങൾ എണ്ണുന്നത് ഞാനാ. സദാനന്ദന്റെ മകൾ നിത്യ. ഓടാ. സ്വന്തം കുടുംബത്തിനെ പോലും ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരുത്തന് പിന്തുണയും കൊടുത്ത് കൂടെ നടക്കുന്നത് നീയാ. ജയിലിൽ കിടക്കുന്ന അയാളുടെ വാക്കുകൾ കേട്ട് എന്റെ കുടുംബത്തിനെതിരെ എന്തെങ്കിലും ആസൂത്രണം കൊണ്ട് നീ വന്ന അയാളോട് പറഞ്ഞത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇത്രയും കാലം ഞങ്ങള് ചാകാൻ വിധിക്കപ്പെട്ടവരാ. പക്ഷേ ഇനി അങ്ങോട്ട് കൊല്ലം മടിയില്ലാത്തവരായിരിക്കും. നാണം ഇല്ലേടി നിനക്ക്? എത്ര നാളെ നീ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കും? ഇത്രയും വിശാലമായ ഈ ഭൂമിയില് നിന്നെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ? നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? പകരം എല്ലാരും നിന്നെ തലയിൽ കൈവച്ച് ശപിച്ചോണ്ടിരിക്കുക. നന്നാവില്ലടി നീ. ഈ ജന്മം നന്നാവില്ല. ജീവന്റെ പിന്തുടർച്ചക്കാരിയായി നിത്യയുടെ കുടുംബത്തിലേക്കോ എന്റെ കുടുംബത്തിലേക്കോ നീ ഒന്ന് വന്ന് നോക്കും. അന്ന് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം ആത്മാർത്ഥതയുള്ള കുടുംബങ്ങളുടെ ബലം എന്താണെന്ന്. ഒരടി. മധുര നൊമ്പര